ടെല്ല PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വിശദമായ ഒരു മലയാളം ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം PSC പരീക്ഷകളിൽ മലയാളം വളരെയധികം വിലപ്പെട്ടതാണ് അല്ലെ. പലപ്പോഴും നമുക്ക് ഒരു ആശ്വാസമാകാറുണ്ട് മലയാളം. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും വളരെയധികം ആശ്വാസമാണ് പല സമയങ്ങളിലും. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിന്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചു തുടങ്ങുന്നത്. അതായത് ഒരു തുടക്കക്കാർക്ക് പോലും കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ മലയാളം പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ PSC പരീക്ഷകളിലെ മലയാളം 10 മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് തുടക്കക്കാർക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ ഇന്ന് അക്ഷരമാലയിൽ തന്നെയാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പോൾ അക്ഷരമാലയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചുട്ടെഴുത്തുകൾ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ, ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏതൊക്കെ. അപ്പൊ അതിൽ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. കാരണം ഈ ഒരു അക്ഷരമാലയെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന പഠനം നമുക്ക് വരും ക്ലാസ്സുകളിൽ പോലും പ്രയോജനമാണ്. അതായത് സന്ധി പഠിക്കാനും സമാസം പഠിക്കാനും ഒക്കെ നമുക്ക് ആവശ്യമായ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അതാണ് നമ്മൾ അടിസ്ഥാനം തൊട്ട് നമ്മൾ പഠിച്ചു വരികയാണ് എന്ന് പറഞ്ഞത്. അപ്പോ അക്ഷരമാലയുടെ ഒരു ക്ലാസ്സിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോ സ്വരാക്ഷരങ്ങൾ, മലയാളം അക്ഷരമാല നമ്മൾ തുടങ്ങുമ്പോൾ സ്വരാക്ഷരങ്ങളിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് നോക്കിയേ, അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം അ. എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും സ്വരാക്ഷരങ്ങൾ അങ്ങ് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. എത്ര ഉണ്ടെന്നൊന്നും നമ്മൾ ചിലപ്പോൾ നോക്കാറില്ല. 15 സ്വരാക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയേക്കുന്നത് അല്ലെ. അപ്പോ 15 സ്വരാക്ഷരങ്ങൾ നമ്മൾ എപ്പോഴും എഴുതാറുണ്ട്. പക്ഷേ ലിപി പരിഷ്കരണ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം അവർ പറയുന്നത് 13 സ്വരാക്ഷരങ്ങളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അതായത് അം ആ ഇവ, അതായത് അനുസ്വാരത്തിന്റെയും വിസർഗത്തിന്റെയും, ഇതിനെയാണ് നമ്മൾ അനുസ്വാരം എന്ന് പറയുക, ഇതിനെയാണ് നമ്മൾ വിസർഗം എന്ന് പറയുക. അപ്പൊ അനുസ്വാരത്തിന്റെയും വിസർഗത്തിന്റെയും ഒക്കെ സ്വാധീനം ഉള്ളത് കൊണ്ട് ഇവയെ നമുക്ക് അക്ഷരങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ 13 അക്ഷരങ്ങളാണ് അവരുടെ ക്രമം അനുസരിച്ചുള്ളത് ലിപി പരിഷ്കരണ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം. അപ്പോ ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ അടുത്തതിലേക്ക് പോകാം. ഇതിനെ തന്നെ നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതിയതിൽ തന്നെ അതിനെ ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെന്നും നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഓക്കെ, അപ്പോ നോക്കാം. ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ഇപ്പൊ ഞാൻ അ ഉച്ചരിക്കുന്നു, അതുപോലെയല്ല ഞാൻ ആ ഉച്ചരിക്കുന്നത് അല്ലെ. കുറച്ചുകൂടി സമയം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വിപരീതം കൂടിയാണത്. ഹ്രസ്വത്തിന്റെ വിപരീതമല്ലേ ദീർഘം അല്ലെ. അപ്പൊ നോക്കാം, അ ഇ ഉ ഋ എ ഓ ഇവയെ നമ്മൾ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോ ദീർഘാക്ഷരങ്ങൾ കണ്ടില്ലേ, ആ ഈ ഉ എ ഐ ഓ ഔ ഇവയെ നമ്മൾ ദീർഘാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചുരുക്കി ഉച്ചരിക്കുന്നവയാണ് ഹ്രസ്വങ്ങൾ, നീട്ടി ഉച്ചരിക്കുന്നവയാണ് ദീർഘങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ പോകണം. ഇപ്പൊ നമ്മൾ ചോദ്യകർത്താക്കള് പരീക്ഷിക്കുന്നത് കാണാതെ പഠിത്തത്തെ അല്ലാന്ന് നമുക്കൊക്കെ അറിയാം. കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാണാപ്പാഠം പഠിക്കുന്നത് അല്ല നമ്മുടെ രീതി, നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് നമ്മുടെ രീതി. അതിന് സഹായമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഇത് തുടങ്ങുന്നത്. അപ്പോ നോക്കാം, ദീർഘങ്ങൾ 7 അല്ലെ, ഹ്രസ്വം 6. അപ്പൊ മൊത്തത്തിൽ 13 അക്ഷരം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അം ആ ഇവയുടെ കാര്യം. അടുത്ത നോക്കിയേ, ഇതിൽ തന്നെ ചുട്ടെഴുത്തുകൾ. ഇത് നമ്മുടെ 2 പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ കാര്യമാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ? അ ഇ എ, ഈ 3 അക്ഷരങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത്? ചുട്ടെഴുത്തുകൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെയായിരിക്കും ആ പേര് വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത്? ചുട്ടെഴുത്തുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോ അ ഇ എ ഇവയെ വിളിക്കുന്ന പേരാണ് ചുട്ടെഴുത്തുകൾ. PYQ ആണ്, ശ്രദ്ധിക്കുമല്ലോ എല്ലാരും. അടുത്ത നോക്കാം, വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങളുടെ ആ ഒരു വിഭജനം മനസ്സിലാക്കി. ഇനി വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് വരാം.
വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പോ വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കിയേ, ഞാനിവിടെ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് വർഗാക്ഷരങ്ങൾ എന്ന്. അപ്പോ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ വർഗാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. നോക്കാം, കവർഗം എന്നറിയപ്പെടുന്നത് നോക്കിയേ, ക ഖ ഗ ഘ ങ. ചവർഗം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ നോക്കിയേ, ചവർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ച ഛ ജ ഛ ഞ. ഡവർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ നോക്കാം, ഡ ഠ ഡ ഠ ണ. തവർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ നോക്കിയേ, ത ധ ദ ധ ന. പവർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ നോക്കാം, പ ഭ ബ ഭ മ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെ വർഗാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അഥവാ ചോദിക്കുന്നു എന്നിരിക്കട്ടെ, വർഗാക്ഷരങ്ങളുടെ ശരിയായ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുന്നു എന്നിരിക്കട്ടെ, അതായത് 25 വർഗാക്ഷരങ്ങൾ, അതായത് ക മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങളെയാണ് നമ്മൾ വർഗാക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോ കവർഗം, നമ്മൾ ഇനി അങ്ങോട്ട് സന്ധിയുടെ നിയമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കവർഗം എന്നേ പറയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ക ഖ ഗ ഘ ങ. ഇത് വളരെയധികം ആവശ്യമാണ്. ഞാൻ ഒന്നിലധികം തവണ പറയാണ്, പദശുദ്ധി പഠിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു കാര്യം ആവശ്യമാണ്. അടുത്ത നോക്കാം, ചവർഗം എല്ലാം മനസ്സിലായി, ഡവർഗം മനസ്സിലായി, തവർഗം പവർഗം ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയേ, ഖരം അധിഖരം മൃദു ഘോഷം അനുനാസികം. ഈ അക്ഷരങ്ങളെ തന്നെ നമ്മൾ വിഭജിച്ചേക്കുന്നതാണ് ഖരം അധിഖരം മൃദു ഘോഷം അനുനാസികം. അപ്പോ പണ്ഡിതന്മാരുടെ ആ ഒരു വിഭജനത്തിലേക്ക് നമുക്ക് പോകാം. ഖരം, അതായത് നമ്മൾ ഉച്ചരിക്കുമ്പോ കുറച്ച് കടുപ്പം കൊടുക്കണം, എന്നാ അങ്ങോട്ട് പറയത്തക്ക കടുപ്പം കൊടുക്കണ്ട. അതായത് ആ ഉച്ചാരണ രീതി അനുസരിച്ചുള്ള വിഭജനമാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോ ഞാൻ ക ഉച്ചരിക്കുന്നു, ആ ഒരു ഉച്ചാരണം അല്ലല്ലോ ഞാൻ ഘടികാരം എന്ന് ഉച്ചരിക്കുമ്പോൾ ഉള്ള ഖായ്ക്ക്, അല്ലെ? അപ്പൊ ആ ഉച്ചാരണത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഓരോ വിഭജനം കൊടുത്തിരിക്കുന്നത്. ഖരം അധിഖരം മൃദു ഘോഷം അനുനാസികം. നോക്കാം, ഖരങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാ? എളുപ്പമല്ലേ? അതായത് ആ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം നോക്കാം, ക ച ഡ ത പ. അത്രേ അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഖരങ്ങൾ. അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ നോക്കാം, അധിഖരം എന്നാണ് പേര് കൊടുക്കുന്നത്. ഖ ഛ ഢ ധ ഭ, അല്ലെ? ഇനി വളരെ മൃദുവായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതേതൊക്കെയാണെന്ന് നോക്കിയേ, ഗ ജ ഡ ദ ബ. അപ്പോ ഖരങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങളുടെ ക്രമം ക ച ഡ ത പ. അധിഖരം എന്നറിയപ്പെടുന്നത് ഖ ഛ ഠ ധ ഭ. മൃദുക്കൾ ഗ ജ ഡ ദ ബ. ഇനി ഘോഷം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ നോക്കിയേ, അതായത് ഘോഷം എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? മുഴക്കത്തോടു കൂടിയാണ് ഞാൻ ആ അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത്. ഖ ഛ ഢ ധ ഭ. മനസ്സിലായില്ലേ? അടുത്തത് നോക്കിയേ, അനുനാസികങ്ങൾ. മൂക്കിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ അനുനാസികങ്ങൾ എന്ന് വിളിക്കുന്നത്. നോക്കാം, ങ ഞ ന ന മ. അപ്പൊ ഇതൊക്കെ നാളത്തെ ചോദ്യമാകാം. താഴെ തന്നിരിക്കുന്നവയിൽ അനുനാസികങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങളുടെ ശരിയായ ക്രമം, ഖരങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങളുടെ ശരിയായ ക്രമം. കാരണം നമ്മുടെ സിലബസിൽ അക്ഷരം അക്ഷരമാല എന്നുള്ളതുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഇപ്പൊ ചോദ്യം വരുന്നത്. അടുത്ത നോക്കാം, സ്ഥാനമനുസരിച്ചുള്ള വിഭാഗം. നമ്മളിപ്പോ ഓരോ അക്ഷരവും ഉച്ചരിക്കാം. നമ്മൾ ഇതേവരെ അതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഒന്ന് ചിന്തിക്കണേ. ഇപ്പൊ ഞാൻ ഉച്ചരിക്കുക പ ഭ ബ ഭ മ. ഞാൻ ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന സമയത്ത് ആ മേൽചുണ്ടും കീഴ്ചുണ്ടും മാത്രമല്ലേ എനിക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ. നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കിയേ എവിടെ ഇരുന്ന്.
അല്ലെ? അപ്പോ ആൾക്കാരൊന്നും കാണാതെ ഒന്ന് ഉച്ചരിച്ച് നോക്കിയല്ലേ, ആരും കേൾക്കാതെ അക്ഷരം പഠിക്കുവാണോ എന്ന് ആൾക്കാർ വിചാരിക്കും, ഇത്രയും നാൾ നീ അക്ഷരം ഒന്നും പഠിച്ചിട്ടില്ലേ എന്ന്. അപ്പോ അക്ഷരം അല്ല, നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് അവരോടൊന്ന് പറഞ്ഞാൽ മതി, അല്ലെ? അപ്പോ പ ഭ ബ ഭ മ, ആ മേൽചുണ്ടും എനിക്ക് ആവശ്യമായിട്ട് വന്നു, കീഴ്ചുണ്ടും ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാർ അല്ലെങ്കിൽ കേരളപാണ്ഡ്യ ഉൾപ്പെടെയുള്ള വൈയാകരണന്മാർ ഈ അക്ഷരത്തെ ഓഷ്ട്യം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഓഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള പദമായിരിക്കുമല്ലോ, ചുണ്ട്. അപ്പൊ ഓഷ്ടത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓഷ്ട്യം. അതായത് ആ ഉച്ചാരണ സ്ഥാനം അനുസരിച്ചുള്ള വിഭാഗമാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അപ്പോ ഇത് പണ്ഡിതന്മാരൊക്കെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞേ ഉള്ളൂ. നമുക്കിപ്പോ ഇങ്ങനെ ഒരു ബോക്സിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ബോക്സിനകത്ത് എല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോ വർഗാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി, കവർഗം എന്ന വർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി, ചവർഗം മനസ്സിലായി, ഡവർഗം മനസ്സിലായി, തവർഗം മനസ്സിലായി, പവർഗം മനസ്സിലായി. ഖരങ്ങൾ അതായത് ഉച്ചാരണ രീതി അനുസരിച്ച് ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്നൊരു വിഭജനം കൊടുത്തു. ഇനി ഉച്ചാരണ സ്ഥാനം അനുസരിച്ചുള്ള വിഭജനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഷ്ടത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ ഓഷ്ട്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഓഷ്ടം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾക്കറിയാം, ചുണ്ട്, അല്ലെ? അപ്പൊ ഓഷ്ടത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്നവ ഓഷ്ട്യം. അപ്പൊ എല്ലാ അക്ഷരങ്ങൾക്കും ഇതുപോലെ ഒരു ഉച്ചാരണ സ്ഥാനം ഉണ്ടാവില്ലേ? അത് നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും കൂടി എല്ലാം വരുന്ന ഒരു സ്ലൈഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരക്ഷരം കണ്ടാൽ അത് ഏത് ഉച്ചാരണ സ്ഥാനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കി പറയാൻ പറ്റും. അടുത്ത നോക്കിയേ, ദന്ത്യം. ദന്തം എന്താന്ന് നമുക്കറിയാം, പല്ല്. ദന്തത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് ദന്ത്യം. നോക്കാം നമുക്ക്. ത, ധ, ദ, ധ, ന. ഒന്ന് ഉച്ചരിച്ച് നോക്കിയേ. ആ നാക്കിന്റെ തുമ്പ് വന്ന പല്ലിന്റെ ബാക്കിലല്ലേ തട്ടുന്നത്? അതായത് ദന്തത്തിന്റെ ബാക്കിലല്ലേ തട്ടുന്നത്? അപ്പോ ദന്തത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്നതാണ് ആ ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നു? ദന്ത്യം. അടുത്തത് നോക്കാം. ഡ, ഠ, ഡ, ഠ, ന. നാക്ക് വന്ന് ആ മേൽഭാഗത്തായിട്ടല്ലേ മുട്ടുന്നത്? അതായത് കേരളപാണ്ഡ്യ ആ ഉച്ചാരണ സ്ഥാനത്തെ വിളിച്ച പേരാണ് മൂർധാവ്. അപ്പോ ആ മേലെണ്ണാക്ക്, അല്ലെ? അപ്പൊ മൂർധാവിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് മൂർധന്യം. നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കിയേ. ഡ, ഠ, ഡ, ഠ, ന. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയേ. താലവ്യം. താലു എന്ന് വെച്ചാൽ അണ്ണാക്ക് എന്നാണ് അർത്ഥം. അപ്പൊ താലുവിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്നതാണ് ആ അക്ഷരങ്ങളെ ഉൾപ്പെടുത്തിയേക്കുന്ന വിഭാഗമാണ് താലവ്യം. നോക്കാം. ച, ഛ, ജ, ഝ, ഞ. അപ്പൊ താലുവിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ താലവ്യം. അടുത്തത് നോക്കിയേ. കണ്ഠ്യം. എല്ലാവർക്കും അറിയാവുന്ന പദമല്ലേ കണ്ഠം, കഴുത്ത്. കണ്ഠത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വിളിക്കുന്നതാണ് കണ്ഠ്യം. നമുക്കൊന്ന് നോക്കാം. ക, ഖ, ഗ, ഖ, ങ. ആ ഉച്ചാരണ, അതായത് ആ വായു ആ കണ്ഠത്തിൽ നിന്നല്ലേ പുറപ്പെടുന്നത്, അല്ലെ? കണ്ഠത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കണ്ഠ്യം. അപ്പൊ ഉച്ചാരണ സ്ഥാനം അനുസരിച്ച് കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം. ഓക്കെ അല്ലേ? അപ്പൊ ഉച്ചാരണ സ്ഥാനം മനസ്സിലായേ? അപ്പൊ ബാക്കിയുള്ള അക്ഷരങ്ങൾ അടുത്ത സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം. ഓക്കെ. സ്ഥാനം അനുസരിച്ചുള്ള വിഭാഗം. ഓക്കെ. അപ്പോ നമ്മളിപ്പോ മാ വരെ എഴുതിയിട്ടുള്ള അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ അക്ഷരങ്ങളെയാണ് നമ്മൾ വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയും നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ ബാക്കിയാണ്. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, യ, റ. ഇത്രയും അക്ഷരങ്ങളുണ്ട്. അപ്പൊ യ, ര, ല, വ ഇവയെ വിളിക്കുന്ന പേര് മധ്യമങ്ങൾ. ശ, ഷ, സ ഇവയെ വിളിക്കുന്ന പേര് ഊഷ്മാക്കൾ. ഘോഷി പീവൈക്കുവാണ്, അല്ലെ? ഘോഷി പീവൈക്കുവാണ്. ഏതാണ്?
ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏത് എന്നായിരുന്നു ചോദ്യം. അതേതാണ്? ഹ. അപ്പൊ നമ്മൾ ഈ അക്ഷരമാല എന്നുള്ള വിഭാഗത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞില്ലേ. അപ്പൊ ഭാവിയിലും ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. കാരണം കേറ്ററ്റ് 1, 2, 3 കാറ്റഗറിയിലെ പല ചോദ്യങ്ങളും നമ്മുടെ ജനറൽ PSCകളിൽ കയറി വരുന്നുണ്ട്. അപ്പൊ കേറ്ററ്റിന്റെ ഒക്കെ സ്ഥിരം ചോദ്യം ഈ ഒരു അക്ഷരമാലയിൽ നിന്ന് ഖരങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ, അനുനാസികൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കും പ്രതീക്ഷിക്കാം. അതിനാണ് നമ്മൾ ഇങ്ങനെ അക്ഷരമാലയുടെ ഒരു വിഭജനം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ള, ഴ, റ ഈ അക്ഷരങ്ങളെ വിളിക്കുന്ന പേര് ദ്രാവിഡ മധ്യമങ്ങൾ. ചില പണ്ഡിതന്മാര് ഈ മധ്യമങ്ങളെയും ദ്രാവിഡ മധ്യമങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പിന്നെ മധ്യമങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ യാ, രാ, ല, വ ഇവയെ മധ്യമങ്ങൾ, ള, ഴ, റ ഇവ ദ്രാവിഡ മധ്യമങ്ങൾ. ഇപ്പൊ ഷ, ഷ, സ ഇവയെ വിളിക്കുന്ന പേര് ഊഷ്മാക്കൾ. ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഹ. അപ്പോ ഇത് നമ്മൾ കാണാതെ നമ്മളിപ്പോ പിന്നെ ഡയഗ്രത്തിന്റെ മേലിൽ നമ്മൾ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്നൊക്കെ നമ്മൾ എഴുതിയല്ലോ. അപ്പൊ കാണാതെ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കാര്യവും കൂടി ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഉച്ചരിക്കുമ്പോൾ ശക്തി കൊടുക്കുകയും എന്നാൽ പ്രകടമാകാതെയും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയാണ് ഖരങ്ങൾ എന്ന് വിളിക്കുന്നത്. അധിഖരം ഖരത്തിനേക്കാൾ കുറച്ചുകൂടി ശക്തി കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി മാർദ്ദവമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയാണ് മൃദുക്കൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അടുത്തത് മുഴക്കത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയാണ് ഘോഷം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോ അനുനാസികം മൂക്കിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെയാണ് നമ്മൾ അനുനാസികം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ നോക്കാം. ഇനി ഞാൻ കുറച്ച് ആഴത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഈ അക്ഷരങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ. അനുനാസികത്തെ കേരള പാണിനി എന്ത് വിളിച്ചു എന്നറിയാവോ? പഞ്ചമം എന്ന് കേരള പാണിനി വിളിക്കുന്നു. അപ്പൊ അനുനാസികങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ങ, ഞ, ണ, ന, മ ഇവയാണ് അനുനാസികങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനുനാസികങ്ങളെ കേരള പാണിനി ഒരു പേരും കൂടി വിളിച്ചു. എന്ത്? പഞ്ചമം എന്ന്. ഇതൊരു അധ്യാപക പരീക്ഷയിലെ PYQ ആണ്. ഞാൻ ഇതെടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വർഷത്തിന്റെ കുറച്ച് നാളുകൾ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല. ക്ലീബം എന്നാൽ എന്ത് എന്ന്. മനസ്സിലായല്ലോ? ചോദ്യം പലരും പരിചയം ഉണ്ടാവും. അപ്പൊ ക്ലീബം എന്നാൽ എന്ത്? ഓപ്ഷനിൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയൊന്നുമല്ല എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ക്ലീബം എന്ന്. അതായത് കേരള പാണ്ഡ്യത്തിൽ അനുനാസി, അതായത് നമ്മുടെ നപുംസകത്തിന്റെ മറ്റൊരു പേരായിട്ട് കേരള പാണ്ഡ്യ കൊടുത്തിരുന്ന ഒരു പേരാണ് ക്ലീബം എന്ന്. അപ്പൊ അത് കയറി പരീക്ഷയ്ക്ക് ചോദിച്ചു. അതുപോലെ ഇതും ഒക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം ഈ അതാതിൻ പഞ്ചമം വരുന്നൊക്കെ ഒരു പ്രയോഗം കേരള പാണ്ഡ്യത്തിലുണ്ട്. അപ്പൊ അത് എന്താന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സെൽഫ് ക്വസ്റ്റ്യനിങ് രീതി പിന്തുടരണം. അങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പറയുകയാണ്, അനുനാസികത്തെ കേരള പാണിനി എന്തും കൂടി വിളിക്കുന്നു? പഞ്ചമം എന്നുകൂടി കേരള പാണിനി വിളിക്കുന്നു. അപ്പൊ പഞ്ചമം എന്ന് കേരള പാണിനി വിശേഷിപ്പിച്ചത് എന്തിനെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അനുനാസികത്തെ. അപ്പൊ യ, ര, ല, വ എന്നീ മധ്യമങ്ങളെ കേരള പാണിനി വിളിച്ച പേരാണ് എന്ത്? അന്തസ്ഥങ്ങൾ എന്ന്. അപ്പൊ യ, ര, ല, വ എന്നീ മധ്യമങ്ങളെ കേരള പാണിനി വിളിച്ച പേരെന്താണ്? അന്തസ്ഥങ്ങൾ എന്നാണ്. അപ്പോ അടുത്ത നോക്കാം. അപ്പൊ നമ്മളിപ്പോ പിന്നെ കഴിഞ്ഞ ഡയഗ്രത്തിൽ, അതായത് ഈ ഒരു ഡയഗ്രത്തില് നമ്മൾ ലാസ്റ്റ് കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ന്, അതായത് ബാക്കിയുള്ള സ്വരങ്ങളിലെ അക്ഷരങ്ങളൊന്നും അതിനകത്ത് ചേർന്ന് വന്നില്ല. അപ്പോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. കണ്ഠ്യം അ, ആ. അപ്പൊ സ്വരാക്ഷരങ്ങളിലെ ആ, ആ ഇവ എന്തിൽ ഉൾപ്പെടുത്താം? കണ്ഠ്യത്തിൽ ഉൾപ്പെടുത്താം. ക, ഖ, ഗ, ഖ, ങ അതായത് കവർഗമെല്ലാം കണ്ഠ്യം എന്ന് നമ്മൾ ആ ബോക്സിൽ പറഞ്ഞിരുന്നു. പിന്നെ ഹ, ഇതും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന അക്ഷരമാണ്? കണ്ഠ്യത്തിൽ ഉൾപ്പെടുത്താവുന്ന അക്ഷരമാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന സമയത്ത് ആ വായു എന്താണ്? കണ്ഠത്തിൽ, കഴുത്തിലാണ് ദൃഢമായിട്ട് പതിയുന്നത്. മറ്റു നിയന്ത്രണമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ഠ്യം എന്നുള്ള സ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക. കണ്ഠത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ.
അടുത്ത നോക്കാം താലവ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു താലവ്യം എന്ന് പേര് വന്നത് തന്നെ താലുവിൽ മുട്ടി ഉച്ചരിക്കുന്നത് കൊണ്ടാണെന്ന്. അപ്പോ ഈ ച ഛ ജ ഛ ഞ യ ശ ഇത്രയും അക്ഷരങ്ങള് താലുവിലാണ്, അതായത് അണ്ണാക്കിൽ മുട്ടിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോ നാക്കിനെ താലുവിൽ മുട്ടിച്ചുകൊണ്ട് മാത്രമേ ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കാനാവൂ. അതുകൊണ്ടാണ് അവയെ എന്തെന്ന് വിളിക്കുന്നത്? താലവ്യം എന്ന് വിളിക്കുന്നത്. അടുത്തത് നോക്കാം മൂർധന്യം. നമ്മൾ നേരത്തെ പറഞ്ഞു നാക്ക് ആ മേൽഭാഗത്ത് മുട്ടുമ്പോഴാണ് ഈ അക്ഷരങ്ങള് ഉച്ചരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ നാക്ക് മേലെണ്ണാക്കിലാണ് അല്ലെങ്കിൽ മൂർധാവിലാണ് മുട്ടുന്നത്. അതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? മൂർധന്യം എന്ന് വിളിക്കുന്നത്. നോക്കാം നാക്കാ മേൽഭാഗത്തല്ലേ മുട്ടുന്നത്. അപ്പൊ ഡവർഗം എല്ലാം മൂർധന്യം എന്ന് നമ്മളിപ്പോ ബോക്സിൽ പഠിച്ചിരുന്നു. അതുകൂടാതെ സ്വരാക്ഷരങ്ങളില് മൂർധന്യമാണ്, ശരിയല്ലേ? അത് അടുത്തത് ഏതാണ്? ര, ഷ, ള, ഴ, റ ഇവയെല്ലാം എന്തിൽ ഉൾപ്പെടുത്താം? മൂർധന്യത്തിൽ ഉൾപ്പെടുത്താം. അടുത്തത് നോക്കാം ദന്ത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു തവർഗം എല്ലാം ദന്ത്യമാണെന്ന്. ത, ധ, ദ, ധ, ന, പിന്നെ ഏതാ? ല, സ ഇവയൊക്കെ എന്തിൽ ഉൾപ്പെടുത്താം? ദന്ത്യത്തിൽ ഉൾപ്പെടുത്താം. അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോ നാക്കിന്റെ അഗ്രം എന്ത് ചെയ്യുന്നു? പല്ലിൽ മുട്ടുന്നു. അതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? ദന്ത്യം എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കാം ഓഷ്ട്യം. അടുത്തത് ഉ. ചുണ്ട് നമുക്കറിയാം, ചുണ്ട് കൊണ്ട് ഉച്ചരിക്കുന്നത് ഉ, ശരിയല്ലേ? ചുണ്ട് വേണ്ടി വന്നില്ലേ? ഊ. പിന്നെയോ പ, ഭ, ബ, ഭ, മ, പിന്നെ വ. അപ്പൊ ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുത്തുന്നു? ഓഷ്ട്യം എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ചുണ്ടുകൾ തമ്മിൽ ചേരുകയോ അകലുകയോ ചെയ്യും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ. അതുകൊണ്ടാണ് അവയെ എന്തെന്ന് വിളിക്കുന്നത്? ഓഷ്ട്യം എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കാം കണ്ഠതാലവ്യം. അതായത് പേരിൽ തന്നെയുണ്ട്. കേരള പാഠിന് കൊടുത്ത അടുത്ത 2 വിഭജനങ്ങളാണ്, നമ്മളത് ആ ബോക്സിൽ പറഞ്ഞതല്ല. അടുത്ത 2 വിഭജനവും കൂടിയുണ്ട്. കണ്ഠതാലവ്യം അതായത് കണ്ഠവും താലവും കൊണ്ട് ഉച്ചരിക്കുന്നവ, കണ്ഠവും ഓഷ്ട്യവും കൊണ്ട് ഉച്ചരിക്കുന്നവ. അപ്പോ കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ട് താലുവിനാൽ നിയന്ത്രിക്കപ്പെട്ട് പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് ഈ അക്ഷരങ്ങൾക്ക് വ്യക്തത കൊടുക്കുന്നത്. അതുകൊണ്ട് അവയെ ഐ ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കണ്ഠതാലവ്യം. ഓ ഔ ഇവയെ എന്ത് വിളിക്കുന്നു? കണ്ഠ ഓഷ്ട്യം. അപ്പോ പിന്നെ കണ്ഠത്തിൽ നിന്ന് പുറത്തു വരുന്ന വായു ചുണ്ടുകളാൽ നിയന്ത്രിക്കപ്പെട്ടു. അതുകൊണ്ട് രണ്ടും കൂടി വേണ്ടി വന്നതുകൊണ്ട് കണ്ഠ ഓഷ്ട്യം എന്ന് കൊടുക്കുന്നു. അപ്പോ അതാണ് ഇത്രയും അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനം അനുസരിച്ചുള്ള വിഭജനം. അടുത്തത് നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവയെ ചിലര് സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നില്ല, പിന്നെ പറയാറുണ്ട്. പക്ഷേ ലിപി പരിഷ്കരണ കമ്മിറ്റി എന്തു പറയുന്നു? അവ സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ചിഹ്നങ്ങളായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ അനുസ്വാരത്തിന്റെയും വിസർഗത്തിന്റെയും സ്വാധീനം ഉള്ളതുകൊണ്ട്. അപ്പൊ ഇത് തന്നെ നമുക്ക് ഓപ്ഷനിലൊക്കെ വന്നിട്ടുള്ളതാ. ഈ ചിഹ്നത്തിന് പറയുന്നത് എന്താണെന്ന്, ഇതിനെയാണ് നമ്മൾ അനുസ്വാരം എന്ന് പറയുക. നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ ഒരു 0 ഇട്ട് കൊടുക്കും എന്നൊക്കെ പറയും. 0 മാത്സിലല്ലേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇതിന് അനുസ്വാരം എന്ന് പറയും. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? വിസർഗം എന്ന് പറയും. അപ്പൊ ഈ അനുസ്വാരത്തിന്റെയും വിസർഗത്തിന്റെയും സ്വാധീനം ഉള്ളത് കൊണ്ട് സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന് ലിപി പരിഷ്കരണ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ കണ്ഠതാലവ്യം, കണ്ഠോഷ്ട്യം. അടുത്തത് നോക്കിയേ, നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ പോകുന്നത്. ഈ അക്ഷരങ്ങളുടെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, സന്ധി പഠിക്കാനൊക്കെ ഏറ്റവും ആവശ്യമാണ് എന്ന്. അപ്പോൾ ദ്വിത്വസന്ധി പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ദൃഢങ്ങളും ശിഥിലങ്ങളും. നമ്മളിപ്പോ വ്യഞ്ജനാക്ഷരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ക, ഖ, ഗ, ഇ, ഖ, ങ ഒക്കെ നമ്മൾ പറഞ്ഞു. ആ വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ദൃഢങ്ങൾ എന്നും ശിഥിലങ്ങൾ എന്നും 2ആയിട്ട് തിരിക്കുന്നു. അപ്പോ ദൃഢങ്ങൾ 23, ശിഥിലങ്ങൾ 13. അപ്പൊ നോക്കാം ദൃഢം ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഖരം നമ്മൾ ആ സ്ലൈഡിൽ പറഞ്ഞതല്ലേ, ഏതൊക്കെയാ ഖരം, ഏതൊക്കെയാണ് അധികരം, ഏതൊക്കെയാണ് മൃദു, ഏതൊക്കെയാണ് ഘോഷം, ഏതൊക്കെയാണ് ഊഷ്മാവ്, നമ്മളിപ്പോ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശിഥിലം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് സന്ധി പഠിക്കാൻ ഏറ്റവും ആവശ്യമാണ്. അപ്പൊ ഇപ്പൊ ഈ വർഷം പോലും അതിനകത്തൊന്ന് ചോദ്യം വന്നിരുന്നു, കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞ്. അതിന് നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ശിഥിലാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടോ? അനുനാസികം, മധ്യമങ്ങൾ,
ഘോഷി ഇവയെ വിളിക്കുന്ന പേരാണ് എന്ത് ശിഥിലാക്ഷരങ്ങൾ എന്ന്. അതായത് ഇത് ആവശ്യം എന്താന്ന് വെച്ചാല് ശിഥിലാക്ഷരങ്ങൾ വന്നാൽ ഇരട്ടിപ്പ് വേണ്ട എന്നൊക്കെ സന്ധിയിൽ നമ്മൾ നിയമം പറയും. അപ്പൊ നമ്മൾ ശിഥിലാക്ഷരങ്ങളെ പറഞ്ഞു പോകുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ആവശ്യമാണ്. ഏതൊക്കെയാണ് ശിഥില? അപ്പൊ അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഘോഷി. അനുനാസിക ഏതാന്ന് ഇപ്പൊ നമുക്ക് അറിയില്ലേ? മധ്യമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു യാ രാ ലാ വ. ഘോഷി നമ്മൾ പറഞ്ഞു ഹ. ഇവയൊക്കെയാണ് മധ്യമങ്ങൾ ശിഥിലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് കാണാതെ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. എന്തിനു വേണ്ടി? സന്ധി പഠിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും അക്ഷരങ്ങളുടെ സമഗ്രമായ ഒരു വിവരണം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾ ഇത് ഓർത്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അടുത്തത് നോക്കിയേ, ചില്ലുകൾ. നമ്മുടെ പരീക്ഷയ്ക്ക്, അതായത് ഒരു അധ്യാപക പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമായിരുന്നു, സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ഡാഷ് എന്ന് ചോദിച്ചുകൂടെ? അത് തന്നെ നമുക്കും. കാരണം നമുക്ക് അക്ഷരങ്ങൾ നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. നമ്മളോട് ചില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻ ഇർ എന്നൊക്കെ പറയും. പക്ഷെ അതിനൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് അതറിയാം? അല്ലെ? അപ്പൊ ആ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ. അപ്പൊ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചില്ലുകൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാ ചില്ലുകൾ? ഇൻ, ഇൻ, എർ, ഇൽ, എൾ. അല്ലെ? അപ്പൊ ഇത്രയാണ് ചില്ലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോ പലപ്പോഴും ഉള്ളൊരു സംശയമാണ്, ഒരുപാട് പേര് ക്ലാസ് ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ചില ചോദ്യ പേപ്പറിൽ നെന്മണി എന്നുള്ളത് പിരിച്ചെഴുതുമ്പോ ചില ചോദ്യ പേപ്പറിൽ നെല് പ്ലസ് മണി എന്ന് കാണും, ചില ചോദ്യ പേപ്പറിൽ നെൽ പ്ലസ് മണി എന്ന് കാണും. അതെന്താ അങ്ങനെ? രണ്ടും ശരിയാണോ എന്നൊക്കെ. അതേപോലെ ഒരു ചോദ്യം വന്നിട്ടുള്ളതാ വെണ്മ. ചില ചോദ്യ പേപ്പറിൽ വെള് പ്ലസ് മാന്ന് കാണും, ചില ചോദ്യ പേപ്പറിൽ പിന്നെ വെൾ പ്ലസ് മാന്ന് കാണും. അല്ലെ? അപ്പോ അതൊക്കെ എന്താണ് എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആ ഒരു സംശയത്തിനുള്ള കാര്യം കൂടി നമ്മൾ മറുപടി കൂടി ഇവിടെ പറയാണ്. രാ എഴുതി ചന്ദ്രകല, റ് എന്നിവയ്ക്ക് പകരം നമുക്ക് ഇർ എന്ന ചില്ല് ഉപയോഗിക്കാം. ള എഴുതി ചന്ദ്രകലയ്ക്ക് പകരം നമ്മൾ ഇൾ ഉപയോഗിക്കാം. ന എഴുതി ചന്ദ്രകലയ്ക്ക് പകരം ഇൻ ഉപയോഗിക്കാം. ല എഴുതി ചന്ദ്രകലയാണ് ഇൽ എന്നുള്ള ചില്ല്. ന എഴുതി പിന്നെ ചന്ദ്രകലയാണ് ഇൻ എന്നുള്ള ചില്ല്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ പ എന്ന് പറയുന്ന അക്ഷരം ഞാൻ എഴുതുന്നു. പ എന്ന് പറയുന്ന അക്ഷരം ഞാൻ എഴുതുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ പ്ലസ് ആയാണ് എന്തെന്ന് പറയുന്നത്? പ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു വ്യഞ്ജനവും ഉച്ചരിക്കാൻ എനിക്ക് എന്തിന്റെ സഹായം കൂടിയേ തീരൂ? ആ സ്വരത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്ന് നമുക്കറിയാം. അപ്പോ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കുന്ന പിന്നെ വ്യഞ്ജനങ്ങളെ എന്ത് നമ്മൾ വിളിക്കത്തുള്ളൂ? ചില്ല് എന്ന് വിളിക്കത്തുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ല എന്ന് പറയുന്ന അക്ഷരം എഴുതുന്നു. നമുക്കറിയാം ല് പ്ലസ് ആയാണ് എന്തെന്ന് പറയുന്നത്? ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ആയും കൂടെ ചേരുമ്പം മാത്രമേ അത് ല ആകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം മാത്രമാണെങ്കിൽ അത് എന്താണ്? ഇല്ലിന് തുല്യമാണെന്ന് പറഞ്ഞത്. അതായത് വ്യഞ്ജനം അതായത് ചില്ല് ഉച്ചരിക്കാൻ എന്തിന്റെ സഹായം ആവശ്യമില്ല? സ്വരത്തിന്റെ സഹായം ആവശ്യമില്ല. അപ്പൊ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചില്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ പ എന്ന് പറഞ്ഞാലും പ പ്ലസ് ആയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ല എഴുതി ചന്ദ്രകലയ്ക്ക് പകരം ഇൽ ഉപയോഗിക്കാം എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ല എഴുതി ചന്ദ്രകലയുടെ കൂടെ ആ വരുമ്പോ മാത്രമേ അത് പൂർണ്ണമായിട്ടും വ്യഞ്ജനമായിട്ട് മാറുന്നുള്ളൂ. അപ്പൊ സ്വരം ചേർക്കാതെയുള്ള രൂപമാകുമ്പോൾ അത് പിന്നെ ചില്ലിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ. ഓക്കെ അല്ലേ? അപ്പോ രാ എഴുതി ചന്ദ്രകലയായാലും റാ എഴുതി ചന്ദ്രകലയായാലും അത് എന്തിന് തുല്യമാണ്? ഇർ എന്ന ചില്ലിന് തുല്യമാണ്. അത് മനസ്സിലായി. അപ്പോ അടുത്തിലേക്ക് പോകാം. ഹ്രസ്വവും ദീർഘവും നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ്. ഒറ്റ മാത്രയിൽ ഉച്ചരിക്കാവുന്ന അക്ഷരങ്ങളെ, അതായത് ഒരക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ മാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ മാത്ര കൊണ്ട് ഉച്ചരിക്കാവുന്ന അക്ഷരങ്ങളെ ഹ്രസ്വമെന്നും ഒന്നിലധികം മാത്ര ഉപയോഗിക്കുന്നവയെ നമ്മൾ എന്തെന്നും പറഞ്ഞു? ദീർഘമെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് നമുക്ക് ഒരു അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നത്തിന്റെ പേര് നമ്മൾ പരിചയപ്പെടുകയാണ്. അതായത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു ഓഫീസ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇതായിരുന്നു: കാറ്റ്
പ്ലസ് അടിക്കുന്നു, കാറ്റടിക്കുന്നു. ഇവിടെ ലോപിച്ചിരിക്കുന്ന വർണ്ണം ഏത് എന്നായിരുന്നു ചോദ്യം. ഞാൻ ഓപ്ഷൻസ് പറയാം. നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരവുണ്ട്, ഞാൻ ഓപ്ഷൻസിലേക്ക് വരട്ടെ. സംവൃതോകാരം, വിവൃതോകാരം, അനുസ്വാരം, ഇതൊന്നുമല്ല. പറയാമോ ഉത്തരം? നിങ്ങൾ മനസ്സിൽ കണ്ട ആ ചന്ദ്രകല ഓപ്ഷനിൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ അത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സന്ധി പഠിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് ഇതെന്നും. അതായത് സംവൃതവും വിവൃതവും. അപ്പോ നമുക്കറിയാം ഉ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ് എന്ന്. അപ്പോ ഹ്രസ്വമായ ഉകാരം, ഉ ചുരുക്കി ഉച്ചരിക്കുന്ന ഹ്രസ്വമാണ്, അത് രണ്ട് വിധത്തിലുണ്ട്. അടച്ചുച്ചരിക്കുന്ന ഉകാരം എന്താണ്? സംവൃത ഉകാരം. ഇപ്പൊ ഞാൻ പറയുന്നു കണ്ട് എന്ന് ഞാൻ പറയുന്നു, ഞാൻ ആ ഊവിനെ തന്നെ അടച്ചുച്ചരിക്കുക, പൂർണ്ണമായിട്ടും വന്നില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു കണ്ടു, ഞാൻ ആ ഉ തുറന്നാണ് ഉച്ചരിക്കുന്നത് അല്ലെ. അടച്ചുച്ചരിക്കുന്ന ഉകാരത്തെ വിളിക്കുന്ന പേരാണ് സംവൃതോകാരം. തുറന്നുച്ചരിക്കുന്ന ഉകാരത്തെ വിളിക്കുന്ന പേരാണ് വിവൃതോകാരം. മനസ്സിലായില്ലേ? അപ്പൊ അടച്ചുച്ചരിക്കുന്ന ഉകാരത്തെയാണ് സംവൃതോകാരം എന്ന് വിളിക്കുന്നത്. സംവൃതത്തിന്റെ വിപരീതമാണ് വിവൃതം, അത് നമുക്കറിയാം. സംവൃതം എന്ന് വെച്ചാൽ അടഞ്ഞത്, വിവൃതം എന്ന് വെച്ചാൽ തുറന്നത്. അപ്പൊ അടച്ചുച്ചരിക്കുന്ന ഉകാരത്തെ വിളിക്കുന്ന പേരാണ് സംവൃതോകാരം. അപ്പോ സംവൃതം ഇതാണ്, സംവൃതോകാരം ഇതാണ്, വിവൃതോകാരം ഇതാണ്. അപ്പോ ഹ്രസ്വമായ ഉകാരം, ഉകാരം എന്ന് വെച്ചാൽ ആ ടേം നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഉകാരം എന്ന് വെച്ചാൽ ഒരു വ്യാകരണ ടേമാണ്. ഉ എന്ന അക്ഷരം എന്നേ ഉള്ളൂ, വലിയ സംഭവമൊന്നും അല്ല. അപ്പൊ ഹ്രസ്വമായ ഉകാരം രണ്ടു വിധമുണ്ട്. സ്പഷ്ടമായി, സ്പഷ്ടം എന്ന് വെച്ചാൽ ക്ലിയർ, സ്പഷ്ടമായി തുറന്നുച്ചരിക്കുന്നതെന്നാണ്. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോ സ്പഷ്ടമായി തുറന്നുച്ചരിക്കുന്നത്, സ്പഷ്ടമായി തുറന്നുച്ചരിക്കുന്നത് വിവൃതവും, അടച്ച് ഉൾവലിവോടെ ഉച്ചരിക്കുന്ന ഉകാരം എന്തുമാകുന്നു? സംവൃതവും ആകുന്നു. അപ്പോ അരയുകാരം എന്നാണ് നമ്മുടെ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. നിങ്ങൾക്കറിയാം, ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് മലയാളത്തിന്. അപ്പൊ ആ ഹെർമൻ ഗുണ്ടറ്റ് അര ഉകാരം അല്ലെ, അത് ചേർത്ത് അരയുകാരം എന്നാണ് സംവൃതോകാരത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോ നമുക്കൊന്ന് നോക്കാം. ഇതാണ് സംവൃതോകാരം. നമ്മൾ ചന്ദ്രകല എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വിവൃതം. അപ്പോ ഇത് കണ്ടില്ലേ, സംവൃതം വരുമ്പോൾ ഉള്ള രൂപം എന്ന് വരും, ഇത് ഇങ്ങനെ വരും, തുറന്നുച്ചരിക്കുന്നത്. അപ്പൊ ഇത് സംവൃതം, ഇത് വിവൃതം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നതിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ മനസ്സിലെ കുറച്ച് വാക്കുകളുണ്ട്, അതായിരിക്കണം എന്നില്ല ഓപ്ഷനിൽ വരുന്നത്. അപ്പൊ ആ പേരുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ സംവൃതവും വിവൃതവും ഓക്കെ അല്ലേ? അപ്പോ ഉ രണ്ട് വിധത്തിലുണ്ട്. അടച്ചുച്ചരിക്കുന്ന ഉകാരത്തെ സംവൃതം എന്നും തുറന്നുച്ചരിക്കുന്ന ഉകാരത്തെ എന്തെന്നും പറയുന്നു? വിവൃതോകാരം എന്നും പറയുന്നു. അപ്പൊ നമ്മുടെ ഹെർമൻ ഗുണ്ടറ്റ് സംവൃതോകാരത്തിന് അഥവാ നമ്മൾ പറയുന്ന ചന്ദ്രക്കലയ്ക്ക് കൊടുത്തേക്കുന്ന പേരെന്താണ്? അരയുകാരം എന്നാണ്. അപ്പോ അത് നമുക്ക് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ മറ്റു രണ്ടു പേര് പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. സംവൃതോകാരത്തെ അർത്ഥാച്ച് എന്ന് വിളിക്കുന്ന പണ്ഡിതൻ ആരാണ്? ജോർജ് മാത്തൻ. അപ്പൊ ജോർജ് മാത്തൻ അക്ഷരം, നമ്മളിപ്പോ സ്വരം വ്യഞ്ജനം എന്നൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം അച്ചുകൾ ഹല്ലുകൾ സ്വരത്തെയും വ്യഞ്ജനത്തെയും വിളിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ അർത്ഥാച്ച് എന്നാണ് സംവൃതോകാരത്തിന് കൊടുത്തേക്കുന്നത്, പകുതി സ്വരം എന്നുള്ള അർത്ഥത്തിൽ അർത്ഥാച്ച്. ഇത് പരീക്ഷയ്ക്ക് വന്നതല്ല, ഞാൻ ഒരാളുടെ വിഭജനം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മറ്റു രണ്ടു പേര് കൂടി അങ്ങ് കൊടുത്തുന്നേ ഉള്ളൂ. സംവൃതോകാരത്തെ സമൃദ്ധമായ അകാരം എന്ന് വിളിച്ച പണ്ഡിതൻ ആരാണ്? ആറ്റൂർ കൃഷ്ണ പിഷാരടി. ജസ്റ്റ് കേട്ടാ മതി. അടുത്ത നോക്കിയേ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യം പറയാണ്. വർണ്ണ വിഭാഗം, അതായത് അക്ഷരമാലയില് സ്വരം വ്യഞ്ജനം എന്ന രണ്ട് വിഭാഗമുള്ളതില് എന്താണ്? രണ്ട് വിഭാഗമുള്ളതില് സ്വരങ്ങൾ മാത്രമേ തനിയെ ഉച്ചരിക്കാൻ പറ്റത്തുള്ളൂ. വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കാൻ എന്ത് കൂടിയേ തീരൂ? സ്വരത്തിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാല് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത
ഒറ്റയായി നിൽക്കുന്ന ധ്വനിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വർണ്ണം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ അതായത് ഇപ്പൊ നമ്മൾ പൊതുവെ അക്ഷരത്തിന്റെ പര്യായമാണ് വർണ്ണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആണെങ്കിൽ പോലും അവ തമ്മിലുള്ള ഒരു വ്യത്യാസം, ആ ചെറിയ വ്യത്യാസം ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരികയാണ്. ഇപ്പൊ ഞാൻ പ ഒരക്ഷരമാണ്, അതിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പ പ്ലസ് ആ എന്നെനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ അതിനെ എനിക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. അതായത് ഏറ്റവും ചെറിയ രൂപത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വർണ്ണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡി എന്ന് പറയുന്ന ഒരു അക്ഷരം ഞാൻ ഡ പ്ലസ് ഇ എന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കുക. ഇനി എനിക്ക് അതിനെ വീണ്ടും വിഭജിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ചു എന്ന് പറയുന്ന ഒരു അക്ഷരം ച പ്ലസ് ഉ ആണ് ചു. ഇനി എനിക്ക് ഈ ച പ്ലസ് ഉവിനെ വീണ്ടും വിഭജിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ രൂപമാണ്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. അപ്പോ അക്ഷരമാലയില് സ്വരം, വ്യഞ്ജനം എന്ന വിഭാഗമുള്ളതില് സ്വരങ്ങൾ മാത്രമേ തനിയെ ഉച്ചരിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ വല്ല സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പൊ വ്യഞ്ജനം ഉച്ചരിക്കാൻ എന്തിന്റെ സഹായം കൂടിയേ തീരൂ? സ്വരത്തിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പോ അക്ഷരം എന്താന്ന് നമ്മളൊന്ന് പറയാം. സ്വരവും സ്വരത്തോട് ചേർന്ന വ്യഞ്ജനത്തെയുമാണ് നമ്മൾ അക്ഷരങ്ങൾ എന്ന് പറയുക. അപ്പോ സ്വരങ്ങൾ ഒരേ സമയം വർണ്ണങ്ങളും അക്ഷരങ്ങളുമാണ്. നാം വർണ്ണങ്ങളെയല്ല, യഥാർത്ഥത്തിൽ അക്ഷരങ്ങളെയാണ് ഉച്ചരിക്കുന്നത്, അല്ലെ? അത് മനസ്സിലായ കാര്യം നമ്മളിപ്പോ സ്പ്ലിറ്റ് ചെയ്തല്ലോ. അപ്പൊ മലയാളം ഒരു അക്ഷരോച്ചാരക ഭാഷയാണ്. അപ്പൊ നമ്മൾ ഇത് എത്രയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് കൂട്ടക്ഷരങ്ങൾ. അപ്പൊ നമ്മൾ എന്തായാലും അക്ഷരങ്ങളുടെ ഒരു ക്ലാസ്സിൽ കൂട്ടക്ഷരങ്ങളും കൂടി എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോ കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇക്ക, ഇങ്ക, ഇങ്ങ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഇട്ട, ഇണ്ട, ഇണ്ണ, ഇത്ത, ഇന്ത, ഇന്ന, ഇപ്പ, ഇമ്പ, ഇമ്മ, ഇയ, ഇല്ല, ഉവ്വ, ശ, സ്ല, ഹ്ല, മ്ല, ക്ല, ബ്ല, പ്ല, ഗ്ല, ഇക്ഷ, ഇന്ത, ഇറ്റ. അല്ലെ? നല്ല രസമല്ലേ? അല്ലെ? അപ്പൊ പലർക്കും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൂട്ടക്ഷരങ്ങളൊന്നും വലിയ വശമില്ലാത്തത് കൊണ്ടാണ് പദങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെ? അപ്പോൾ നമ്മളായാലും മക്കളെയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൂട്ടക്ഷരങ്ങളും കൂടെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ രണ്ടോ അതിലധികമോ വ്യഞ്ജനങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരമാണ് കൂട്ടക്ഷരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയേ, ക്ല, ക പ്ലസ് ള പ്ലസ് ആയാണ് എന്തായിട്ട് മാറുന്നത്? ക്ല. ക പ്ലസ് ഷ് പ്ലസ് ആയാണ് എന്തായിട്ട് മാറുന്നത്? ഇക്ഷ. അതായത് രണ്ടോ അതിലധികമോ വ്യഞ്ജനങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൂട്ടക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ അക്ഷരങ്ങളുടെ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോ അക്ഷരങ്ങളെ കുറിച്ച് പലരും കൊടുത്ത നിർവചനങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കാണ്. എന്തുകൊണ്ടാണ് ഈ നിർവചനങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് വെച്ചാൽ, ഒരു PYQ ആയിരുന്നു. പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി എന്ന് പഴഞ്ചൊല്ലിനെ നിർവചിച്ചതാര്? ഓപ്ഷനിൽ 2022 ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഓപ്ഷനിൽ റസൽ എന്നുണ്ടായിരുന്നു, അരിസ്റ്റോട്ടിൽ എന്നുണ്ടായിരുന്നു, MV വിഷ്ണു നമ്പൂതിരി ഉണ്ടായിരുന്നു, ഉള്ളൂർ ഉണ്ടായിരുന്നു. ഏതെഴുതും? നമ്മൾ പലപ്പോഴും വിചാരിക്കും പഴയ നമ്പൂതിരിമാരല്ലേ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞിട്ടുള്ളത്, വിഷ്ണു നമ്പൂതിരി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും, ഒരു ലോജിക്കും ഇല്ലെങ്കിൽ പോലും. പക്ഷേ ശരി ഉത്തരം ആരായിരുന്നു? റസൽ കൊടുത്ത നിർവചനമാണ് പഴഞ്ചൊല്ലിന് പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി എന്ന്. അതുപോലെ നമുക്കും അക്ഷരങ്ങൾ സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ ഡെഫിനിഷനും ചോദിക്കാം. അപ്പോ ആ അക്ഷരങ്ങളെ കുറിച്ച് പല വൈയാകരണന്മാരും പറഞ്ഞ കുറച്ച് നിർവചനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ, ഗതമായും വാക്കിനു മുതലായും ഇരിക്കുന്ന ശബ്ദത്തിനും അതിന്റെ അടയാളത്തിനും അക്ഷരം എന്നു പേരായിരിക്കുന്നു. റവറന്റ് ജോർജ് മാത്തൻ കൊടുത്ത നിർവചനം അക്ഷരങ്ങൾക്ക്. എല്ലാവരും പറഞ്ഞു വരുമ്പോ ഒന്ന് തന്നെയാണ്, വാക്കുകൾ പലത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഒറ്റയായിട്ടോ വ്യഞ്ജനത്തോട് ചേർന്നോ നിൽക്കുന്ന ഒരു സ്വരത്തിന് ഒരു അക്ഷരം എന്നു പേര്. AR രാജരാജവർമ്മ കൊടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത്രയും നിർവചനങ്ങൾ നമ്മൾ പറയുന്നെങ്കിൽ പോലും AR രാജരാജവർമ്മയുടേതും ഉള്ളൂരിൻ്റെതുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒറ്റയായിട്ടോ വ്യഞ്ജനത്തോട് ചേർന്നോ നിൽക്കുന്ന ഒരു സ്വരത്തിന് അക്ഷരം എന്നു പേര്. AR രാജരാജവർമ്മ. സ്വരവും സ്വരസമ്മിളിതമായ വ്യഞ്ജനവുമാണ് അക്ഷരങ്ങൾ എന്ന നിർവചനം കൊടുത്തത് ഉള്ളൂർ.
അടുത്തത് വ്യഞ്ജനത്തോടു കൂടിയോ കൂടാതെയോ ഉള്ള സ്വരമാണ് സിലബിൾ അഥവാ അക്ഷരം എന്ന് പറഞ്ഞത് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുക, ARന്റെതും ഉള്ളൂരിന്റെയും. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയല്ലേ, പക്ഷേ വാക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഡോക്ടർ VR പ്രബോധചന്ദ്രൻ പറഞ്ഞത് വ്യഞ്ജനത്തോടു കൂടിയോ കൂടാതെയുള്ള സ്വരമാണ് സിലബിൾ അഥവാ അക്ഷരം എന്നാണ്. അപ്പോ ഇന്ന് നമ്മുടെ അക്ഷരങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുവിധം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ഒരു അടിസ്ഥാന ക്ലാസ് ആണ്. അപ്പൊ വരും ക്ലാസ്സുകളിൽ പദശുദ്ധി പഠിക്കുമ്പോഴും സന്ധി പഠിക്കുമ്പോഴും ഒക്കെ നമുക്കിത് ആവശ്യമാണ്. ഇതിൽ നിന്ന് തന്നെയും 3-4 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഇതേവരെ മലയാളം എന്തെന്ന് അറിയാത്ത ആൾക്കാർക്ക് പോലും കേവലം അക്ഷരം മാത്രം അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കയറിയാൽ മതി. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അക്ഷരങ്ങൾ തൊട്ട് നമ്മൾ ഇന്ന് തുടങ്ങാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.